മോതിരം മാറൽ. സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു വീണു. കല്യാണ തീയതി നിശ്ചയിച്ചിരുന്ന 25ഓളം മദാമ്മ കുട്ടികളാ അന്ന് വെന്തെരിഞ്ഞത്. ലോകം മുഴുവൻ സ്ഫോടനങ്ങളാ. കേരളത്തിലുകൊണ്ട് ഇഷ്ടം പോലെ ബോംബ്. ആ ബോംബൊക്കെ എവിടെ എറിയണമെന്ന് പോലും അറിയാതെ ടെററിസ്റ്റുകൾ തെക്ക് വടക്ക് നടക്കുക. അതുകൊണ്ടാ ബസ് സ്റ്റാൻഡിലും പച്ചക്കറി മാർക്കറ്റിലും ഒക്കെ ബോംബ് വീഴുന്നത്. അതിലൊരെണ്ണം ഈ വീടിന്റെ മേലെ വന്ന് വീണാൽ മോതിരം മാറൽ കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ബോംബ് വീഴില്ല എന്നൊന്നുമില്ലല്ലോ. ഒരു മോതിരം മാറല്. അമ്മേ, നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഈ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയൂ അമ്മേ, നന്ദി പറയൂ. ഇരിക്കു ഭാർഗവ. ഇത്ര മോശമായൊരവസ്ഥയിൽ നമ്മൾ ഇതിനു മുമ്പ് കാണേണ്ടി വന്നിട്ടില്ല, അല്ലേ ഭാർഗവ? ശരിയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പോലീസുകാർ വരുമ്പോ നമ്മൾ ചെയ്യാറുള്ളത് പോലെ പാറക്കല്ലുകൾ ഉരുട്ടിയിട്ടും ബോംബെറിഞ്ഞും ചതിക്കുഴി ഉണ്ടാക്കി അതിൽ കുപ്പിച്ചെല്ലുകൾ നിറച്ചും ഒരുങ്ങിത്തന്നെ ആയിരുന്നു മാര്യപ്പൻ. പിടിച്ചു നിൽക്കാനായില്ല. പക്ഷേ ഭാർഗവൻ എന്താ പറഞ്ഞത്? 5-10 വെടിവെച്ചു, 4-5 കൊണ്ടു എന്നൊക്കെയല്ലേ? കൊണ്ടു? വെടികൊണ്ടു? இல்ல சார், மாரியப்பன் ஒண்ணுமே ஆகல. அவன் ராமேஸ்வரம் வழியா சிலோனுக்கு போயாச்சு. വെടികൊണ്ടവൻ എങ്ങനെയാടോ അന്ന് തന്നെ ശ്രീലങ്കയ്ക്ക് കടന്നത്? മുൻപൊരിക്കലും ഭാർഗവൻ എന്നോട് നുണ പറഞ്ഞിട്ടില്ല. ഭാർഗവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മളെ ഒറ്റുകൊടുത്ത മലപ്പുറത്തെ ഷാജിയെ താൻ വെറുതെ വിട്ടു. നാർക്കോട്ടിക് ഉദ്യോഗസ്ഥനായ വിനോദിന്റെ അളിയനാവാൻ പോകുന്ന ഡോക്ടർ ശാന്താറാവുമായി എന്താണ് കണക്ഷൻ? അത് അയാളെന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്തു. ആരെ കൊണ്ടോ എന്നെപ്പറ്റി മോശമായിട്ട് എഴുതിച്ചു. തന്റെ ഫോട്ടോ അയാൾക്ക് എങ്ങനെ കിട്ടി? അത് അയാൾ എങ്ങനെയോ ഒളിച്ചു നിന്നെടുത്തതാവും. 1-2 ഫോട്ടോ അല്ല മാഗസിനിൽ വന്നത്. അതെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. മുൻപരിചയമില്ലെങ്കിൽ അയാൾ ഭാർഗവാന്ന് വിളിച്ചപ്പോ താൻ എന്തിന് അയാളുടെ കൂടെ പോയി? ചിലപ്പോ അയാൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. അങ്ങനെ ആര് വിളിച്ചാലും താൻ കൂടെ ചെല്ലുവോ? അയാള് മനഃശാസ്ത്രത്തിലൂടെ എന്നെ എന്തോ ചെയ്തപ്പോ. അല്ലല്ലോ, എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പരസ്പരമുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയത്. ഒരു പോലീസുകാരനായിരുന്ന ഞാൻ ഈ ഇടപാടിലേക്ക് വന്നത് പണത്തിനോടുള്ള ആർത്തി കൊണ്ട് തന്നെയാ. തനിക്കറിയോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാണെന്ന്? ഒരു മുൻ മന്ത്രിയാ. ബിനാമികളുടെ പേരിലും അല്ലാതെയും അയാൾ സമ്പാദിച്ചു കൂട്ടിയത് 5000 കോടിയോ 10,000 കോടിയോ? കണക്ക് കൂട്ടുക ദുഷ്കരമാണ്. അങ്ങനെ എത്ര മന്ത്രിമാർ, എത്ര രാഷ്ട്രീയക്കാർ. അവരുടെയൊക്കെ കീഴിൽ ഒരു പീറ പോലീസുകാരനായി വീർപ്പുമുട്ടി ജീവിച്ചുകൊണ്ടിരുന്നപ്പോഴാ നാർക്കോട്ടിക് സെല്ലിൽ എത്തുന്നത്. അങ്ങനെ തന്നെ പറ്റി അറിഞ്ഞു, കഞ്ചാവിനെ പറ്റി അറിഞ്ഞു, അവിടെ മറിയുന്ന കോടികളെ പറ്റി അറിഞ്ഞു. ആദ്യം ശത്രുവായിരുന്ന താൻ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞു. തന്നെ വിശ്വസിച്ച് പല പദ്ധതികളും ഞാനിട്ടു. 20 കോടിയായി ഇപ്പൊ തൊളിച്ചു കളഞ്ഞത് വെച്ചേക്കില്ല ഞാൻ. ജോസഫ് മാത്യുവിന്റെ ഗതി അറിയാവല്ലോ തനിക്ക്. ആ കേസിൽ തന്നെയാ പോലീസിന് സംശയം. അതുകൊണ്ട് നാട്ടിൽ ഇനി ചുറ്റിത്തിരിയാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല. കാട്ടിൽ എന്തൊക്കെ സന്നാഹങ്ങൾ വേണമെന്ന് പറഞ്ഞോ, പോയത് തിരിച്ചു പിടിക്കണം എത്രയും വേഗം. എനിക്ക് കുറച്ച് സാവകാശം. എന്തിന്? ഞാൻ ഊട്ടിന്ന് വരിക. ആണോ? എങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ മടങ്ങിക്കോ. ഈ അർദ്ധരാത്രി ഇങ്ങോട്ടെന്തിനു വന്നു? ദ്രോഹിച്ച് മതിയായില്ലേ? തോക്കിന്റെയും ബോംബിന്റെയും നടുവിലേക്ക് എന്നെ എറിഞ്ഞ് കൊല്ലാൻ നോക്കിയ പരമദുഷ്ടൻ നാണമില്ലാതെ പിന്നെയും വന്നേക്കുന്നു. ഞാനും താനുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് എല്ലാരും ചോദിക്കുന്നത്. അത് വിശദീകരിക്കാതെ വിനോദന്റെ പെങ്ങളെ കെട്ടുമോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. അവൻ കെട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. ആര്? താൻ നോക്കുവോ? അയ്യടാ, ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരാള്. എപ്പോഴും കൂടെ നടക്കുന്ന 2 ഭൂതങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിനെ ആയിരിക്കും ഉദ്ദേശിച്ചത്.
ഡോക്ടർ, എന്റെ സ്ഥിതി വളരെ മോശമാണ്. അതിലും മോശമാണ് എന്റെ സ്ഥിതി. അമ്മയും പെങ്ങളും അപ്പുറത്തുണ്ട്. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ജോസഫ് മാത്യുവിനെ കാണാതായ കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാ കേട്ടത്. നാടെനിക്ക്, നഗരെനിക്ക്, പകലെനിക്ക് നടന്നുകൂടാന്നുള്ള അവസ്ഥ. ഭാഷ സിനിമയുണ്ടല്ലോ, അതൊന്നുകൂടി ഇട്ട് കണ്ടു നോക്ക്. ഊട്ടി പോയത് മെയിൻ കള്ളനെ കാണാനല്ലേ? അയാളോട് പറഞ്ഞില്ലേ ആത്മധൈര്യം ചോർന്നു പോയ കഥ? അതൊന്നും പറഞ്ഞാൽ അവിടെ ഏക്കുകയല്ല. അയാൾക്ക് എന്നെ മാത്രമേ വിശ്വാസവും. കൂട്ടത്തിൽ നിന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ അയാളെ തട്ടുക എന്നുള്ളതാ പരിപാടി. പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, കൃഷി തുടങ്ങണം, അപ്പൊ കാട്ടി കയറുക നിവൃത്തിയുള്ളൂ. അതിനുള്ള ധൈര്യമായി ഇപ്പൊ വേണ്ടത്. വേറെ പണി വല്ലതും ഉണ്ടെങ്കിൽ നോക്ക് ഭാർഗവ. കഞ്ചാവ് കൃഷി നടത്താൻ ഞാൻ തനിക്ക് ധൈര്യം തരണം അല്ലടോ? ഡോക്ടർ പ്ലീസ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ കമ്പൗണ്ട്. വെടികൊണ്ട് ഗ്ലാസ് എല്ലാം പൊട്ടിയല്ലോ. ധൈര്യം കിട്ടിയല്ലോ. ചികിത്സ കഴിഞ്ഞു, ഇനി പോകാം. എന്താ 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 ഇവിടെ ഒരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടു. അയ്യോ, ഈ ഷെൽഫിന്റെ ചില്ലെങ്ങനെ പൊട്ടി താഴെ വീണത്? ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ടല്ലോ, അതുകൊണ്ടാ താഴെ വീണത്. അല്ലെങ്കിൽ മേലോട്ട് പോയേനെ. നീ മാരിയപ്പൻ ആരാടി? അലറാതടി, അലവലാതി അലുവക്കരുകൾ. നീ ഏതാടി? പറയടി. ഞാനിതിപ്പോ എവിടെയാ? ഓ, ഡോക്ടറുടെ വീട്. നീ മനഃശാസ്ത്രജ്ഞന്റെ പെങ്ങള്, നാർക്കോട്ടിക് വീരന്റെ ഭാര്യയാകാൻ പോകുന്നവൾ. ശകുനപ്പഴയാ നീ. നിന്റെ മോതിരം മാറലിന്റെ അന്നാ ഞങ്ങളുടെ 20 കോടി രൂപ വെള്ളത്തിലായത്. മാരിയപ്പൻ രക്ഷപ്പെട്ടത് വന്നാ. എന്താ എന്താ? ആ, എല്ലാവരും ഉണ്ടല്ലോ. സുഖമാണോ ഡോക്ടറെ? തള്ളയ്ക്കും മോൾക്കും എന്നെ ചിലപ്പോ പരിചയം കാണില്ല. ഞാൻ കറന്റ് ഭാർഗവൻ. തൽക്കാലം സ്വല്പം മോശാവസ്ഥയിലാ. ഒരു ചെറിയ സൂക്കേട്. തള്ളയുടെ മോനാ സൂക്കേട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. കുഴപ്പമില്ല, എനിക്കിപ്പോ ഇഷ്ടം പോലെ സമയമുണ്ട്. സൂക്കേട് മാറുന്നവരെ ഇവിടെ തന്നെ താമസിക്കാനാ എന്റെ പ്ലാൻ. മനസമാധാനമില്ലാത്തതുകൊണ്ട് രാത്രി മുഴുക്ക വെള്ളവടിയായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. വന്നാട്ടെ, എന്റെ കിടപ്പുറി ഒന്ന് കാണിച്ചത്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഭാർഗവ, മര്യാദക്ക് ഇവിടുന്ന് പോകുന്നത് എനിക്ക് നല്ലത്. പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും. ആണോ? ഇതിലാണ് പോലീസിനെ വിളിക്കുന്നതെങ്കിൽ ഇതങ്ങ് കളഞ്ഞേക്കാം. എന്റെ ഈശ്വര, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാനിവിടെ ഉണ്ടെന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞ 3 എണ്ണത്തിനും തട്ടി ഞാൻ കാട്ടിപ്പോവും. എന്നാ കൊല്ലടോ, ഇപ്പൊ തന്നെ കൊല്ലടോ. അങ്ങനെ നിർബന്ധിക്കാതെ കുറച്ചുകൂടി സമയം താൻ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പടമെടുത്ത് പത്രത്തിലിട്ടു. എന്നെ ഒരു കൊലപാതകയായി ചിത്രീകരിച്ചു. ഏതവളാണോ അത് എഴുതിയത് അവളോട് ചെന്ന് പറ, എഴുതിയതെല്ലാം തെറ്റായിരുന്നു തിരുത്തി എഴുതാൻ. അല്ലെങ്കിൽ അവളെയും കൊന്ന് ഞാൻ കാട്ടിപ്പോവും. ഇങ്ങനെ പലതവണ കാട്ടിപ്പോകുന്നതിനും നല്ലത് ഒരു തവണ പോയിട്ട് തിരിച്ചു വരാത്തതല്ലേ? അതോ ലോകം കോമഡി. കൈ കൈ. ആ, ഈ മുറി കൊള്ളാം. ഞാനേ ഒരല്പം വിശ്രമിക്കട്ടെ. ഹലോ, അനുപമ ഹിയർ. കരണ്ട് ഭാർഗവിനെ പറ്റി ഫീച്ചർ എഴുതിയ അനുപമയല്ലേ? ഞാൻ അനങ്ങാക്കുലിയിലുള്ള ഒരു സോഷ്യൽ വർക്കറാണ്. പേര് കുഞ്ഞിരാമ കൈമൾ. ജോസഫ് മാത്യുവിന്റെ തിരോധാനത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. കൈമൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ കുറച്ച് കതർ തുണി വാങ്ങാൻ വേണ്ടി ടൗണിൽ വന്നതാണ്. ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയിലുണ്ട്. വരുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ആ, ഉടനെ വരാം. പ്ലീസ് വെയിറ്റ് ഫോർ മീ മിസ്റ്റർ കൈമൾ. സോഫിയ, ഇത് അനുപമയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സം ഇൻഫർമേഷൻ അബൌട്ട് യുവർ ഫാദർ. പബ്ലിക് ലൈബ്രറിയിലേക്ക് വരൂ.
സോറി, എനിക്ക് ഓഫീസിലൊന്ന് കയറേണ്ടതുണ്ടായിരുന്നു. എവിടെ ആളെവിടെ? ആര്? കുഞ്ഞിരാമ കൈമൾ എന്ന് പറയുന്ന ഒരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആ പിന്നെ സോഫിയ ഓർമ്മയുണ്ടല്ലോ, ഇന്ന് വൈകുന്നേരമാണ് ഫെമിനിസ്റ്റ് ആക്ഷൻ കൗൺസിലിന്റെ മീറ്റിംഗ്. എത്ര മണിക്ക് തുടങ്ങും? 5 മണി. അനങ്ങാ കൊല്ലിയിൽ നിന്ന് കുഞ്ഞിരാമ കൈമൾ. എന്റെ പേര് പറഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്ന് കരുതിയാ. ചതിക്കുന്നവരെ തിരിച്ചും ചതിക്കാമല്ലോ. മാഗസീനിൽ വന്ന ഫോട്ടോയുടെ പേരിൽ ഞാനിപ്പോ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല. ഭാർഗവൻ കുറ്റവാളിയാണെന്ന് എഴുതിയല്ലോ, അത് തിരുത്തി എഴുതിയില്ലെങ്കിൽ നാളത്തെ ചരമകോളത്തിൽ എന്റെ ഫോട്ടോ വരും. അതെങ്ങനെ തിരുത്തി എഴുതും? അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് വാസ്തവമല്ലെന്ന് എനിക്കും കൂടി ബോധ്യമാവണ്ടേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റു വല്ല വഴികൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഐ ഡിഡ് ഇറ്റ് ഫോർ എ നോബിൾ കോസ്. ഞാൻ തന്നെ അത് തിരുത്തി എഴുതാൻ പോയാ എന്റെ ക്രെഡിബിലിറ്റി? അനുവിന്റെ ക്രെഡിബിലിറ്റിയാണ് വലുതല്ലേ? സോഫിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തെ പറ്റി ഡോക്ടർ എന്താ ആലോചിക്കാത്തത്? ഇല്ല, തിരുത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഓക്കേ, ഓക്കേ. But you know, Anu, I loved you. Still I love you. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇന്നത്തെ പത്രത്തിൽ വരുമോ എന്നാ ചോദിച്ചത്. അതൊരു പത്രമല്ലല്ലോ സുഹൃത്തെ, വീക്കിലി അല്ലേ. അടുത്ത ആഴ്ച ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും കരണ്ട് ഭാർഗവൻ ഒരു മഹാനാണ്, മനുഷ്യസ്നേഹിയാണ്, നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്നൊക്കെ. ആദ്യമേ വിട്ട് ഇളക്കല്ലേ ഡോക്ടർ സാറേ. നിരപരാധിയാണെന്ന് മാത്രം എഴുതിയാ മതി, കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എങ്കിൽ പിന്നെ ഭാർഗവൻ പോവല്ലേ? എങ്ങോട്ട്? ഇവിടുന്ന് പോവല്ലേ എന്നാ ചോദിച്ചത്. എന്റെ ഗൗൺ എടുത്തിടാൻ ആര് പറഞ്ഞു? അഴിച്ചു വെക്ക്. വല്ലവനും കേറി വന്ന ചിലപ്പോ വിനോദ് തന്നെ. കുറ്റവാളിയെ ഒളിപ്പിച്ചവനും നിയമപ്രകാരം അകത്താ. വീതി അതാണേ നമുക്ക് എന്ത് ചെയ്യാനാവും ഡോക്ടറെ. നല്ല വിശപ്പ്. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കുന്നല്ലേ. എന്താ ഈ കാണിക്കുന്നേ? തിന്നാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഒന്നും കാണുന്നില്ലല്ലോ. ഈ അത്യാവത്തിന്റെ ഇടയിൽ കിടന്ന് ആരെന്തുണ്ടാക്കാനാ? നെല്ലിനടിക്കാൻ വെച്ച് പരാമറുണ്ട്, എടുത്തു കൊടുക്ക്, കഴിക്കട്ടെ. ഡോക്ടറുടെ അമ്മയും കോമഡി ആണല്ലോ. 10 ഗുണം 10 ഗുണം എന്ന് പറയുന്നത് ചുമ്മാതല്ല. 1/2 മണിക്കൂർ സമയം തരും. അപ്പവും മുട്ട റോസ്റ്റും, അയില മുളകിട്ടതും സ്വല്പം കപ്പ വേവിച്ചതും റെഡി ആക്കിയില്ലെങ്കിൽ നല്ല കോമഡി പറഞ്ഞ നാവുണ്ടല്ലോ, അത് ഞാൻ അരിഞ്ഞെടുക്കും. അയ്യോ, സാറെന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? വിനോദ് എന്റെ ഒരു ശിഷ്യനാണല്ലോ. വിനോദ് ഇപ്പൊ ഇവിടെ ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റക്കാ. വിനോദ് ഉണ്ടാവുമെന്ന് വിചാരിച്ചല്ല ഞാൻ വന്നത്. ചില കാര്യങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയാനാ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് പെയിന്റ് അടി നടക്കാണ്, പെയിന്റ് അടി. ഓഹോ, ഡോക്ടർ ഇരിക്കൂ. താങ്ക് യു. നർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥനായ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിപ്പാണെന്ന് അറിയാമല്ലോ. എങ്കിലും മയക്കുമരുന്നുകളോടും അത് കൈകാര്യം ചെയ്യുന്നവരോടുള്ള വെറുപ്പ് എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയി. അതുകൊണ്ട് മാത്രം ചോദിക്കുക, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ജോസഫ് മാത്യുവിനെ ഭാർഗവൻ കൊന്നു എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. വർഷങ്ങളായി കഞ്ചാവ് കൃഷിയാണ് ആ സാമൂഹ്യ വിരുദ്ധന്റെ ജോലി. ലോകപ്രശസ്തനായ ഡോക്ടർക്ക് അവന്റെ കൂട്ടെന്തിനാണ്? എന്തു പ്രശ്നമാണെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് താങ്കളെ സഹായിക്കാൻ പറ്റും. സാറിനോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം. എന്റേതായ രീതിയിലുള്ള ഒരു സോഷ്യൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അയാള് ക്രിമിനലാണ്, കൊലപാതകയാണെന്നൊക്കെ അറിഞ്ഞപ്പോ ഞാൻ തന്നെ അയാളെ ക്ലിനിക്കിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കഞ്ചാവ് കൃഷി പോലുള്ള ഹീന പ്രവൃത്തികളിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാൻ ചികിത്സിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അയാളെ ഒരു ഉത്തമ പൗരനായി ഞാൻ മാറ്റിയെടുക്കും. ഓഹോ, അപ്പൊ അതാണ് ഈ പിന്തിരിയൽ. ഏത് പിന്തിരിയെ? അല്ല, അപ്പോ ചികിത്സ ഉടൻ വരെയായി. അത് നന്നായി പുരോഗമിക്കുന്നു. എനിക്ക് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഭാർഗവന്റെ മേലെ ഒരുത്തനുണ്ട്, യഥാർത്ഥ കഞ്ചാവ് മുതലാളി. അതാരാണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഭാർഗവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ആ തെണ്ടി ആരാണെന്ന് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്നിട്ട് ആ പരമനാറിയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും.